പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ദിവസം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ 3 വാക്കുകൾ വയ്ക്കുന്നു. ശ്രദ്ധ, ബുദ്ധി, ജ്ഞാനം. ശ്രദ്ധ, ബുദ്ധി, ജ്ഞാനം. ഈ 3 വാക്കുകൾ വളരെയധികം അർത്ഥപൂർണമാണ്. ശ്രദ്ധ. ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം എന്നൊരു ആപ്തവാക്യമുണ്ട്. ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം. ജ്ഞാനം ലഭിക്കണമെങ്കിൽ ശ്രദ്ധയുണ്ടാവണം. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്താണ് ശ്രദ്ധ? ശ്രദ്ധിച്ച് നടക്കണം. തെന്നും. ഉപദേശം കേൾക്കാറില്ലേ? അപ്പോൾ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ വഴി തെന്നലുള്ളതാണെങ്കിൽ വീഴ്ച സംഭവിക്കും. വഴുവഴുപ്പുള്ളതാണെങ്കിൽ വീഴ്ച ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ മഴക്കാലമാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം. അത് മഴവെള്ളം വീണ റോഡിൽ തെന്നലുണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കാർ ഓടിക്കുമ്പോൾ തീർച്ചയായും സാവധാനത്തിൽ ശ്രദ്ധയോടെ അല്ലെങ്കിൽ അത് തെന്നി ഒരു വശത്തേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അത് അപകടം വിളിച്ചു വരുത്തും. ശ്രദ്ധയുണ്ടാവണം. അതുപോലെ തന്നെ ശ്രദ്ധയില്ലെങ്കിൽ തെറ്റ് സംഭവിക്കും. വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ പറയില്ലേ, തെറ്റു വരാതെ ശ്രദ്ധയോടെ സംസാരിക്കണം എന്ന്. അപ്പോൾ നടന്നു നീങ്ങുമ്പോൾ, സംസാരിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിയെടുക്കുമ്പോൾ എല്ലാ മേഖലകളിലും ശ്രദ്ധയുണ്ടാവണം. അല്ലെങ്കിൽ അപകടം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം നീങ്ങി മറ്റെവിടെയെങ്കിലും ചെന്നിടിച്ച് അപകടങ്ങൾ വരുവാനുള്ള സാധ്യതയില്ലേ? നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾ എതിർപെട്ട് വരികയോ അല്ലാതെ പുറകെ വരികയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധ വേണം എന്ന് എപ്പോഴും പറയും. ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം. ജീവിതത്തിൽ ഈ ശ്രദ്ധയുണ്ടാകുന്നത് നമ്മളുടെ ജീവിതത്തെ ജ്ഞാനത്തിലേക്ക് നയിക്കും എന്ന് കുറേ കൂടെ ഉത്കൃഷ്ടമായ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ എന്താണ് ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ജീവിതത്തിൽ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ, നമ്മൾ ചിന്തിക്കുന്ന നനവുകൾ, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ജ്ഞാനമുണ്ടാകും. അത് വിവേകമാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നതിന് മുഖാന്തരമായി ഭവിക്കും. ശ്രദ്ധയുണ്ടെങ്കിൽ ജ്ഞാനവുമുണ്ട്, ജ്ഞാനമുണ്ടെങ്കിൽ ശ്രദ്ധയുമുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ ജ്ഞാനം? ജ്ഞാനം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. മാത്രമല്ല, അതിലൊരു ശ്രേഷ്ഠമായ ജ്ഞാനം ഉദിക്കും. ജീവിതത്തെ ശ്രദ്ധയോടെ ക്രമീകരിക്കുമ്പോഴാണ് ആ ആൾ ജ്ഞാനത്തിലേക്ക് ഉയർന്നു വരിക എന്നുള്ളത്. രണ്ടാമത്തെ വാക്ക് ബുദ്ധിയാണ്. സത് അസത് വിവേചനീ ബുദ്ധി എന്ന് പറയും. സത് അസത് വിവേചനീ ബുദ്ധി, അതാണ് ബുദ്ധി. സത്യങ്ങളെയും അസത്യങ്ങളെയും അറിയുവാനുള്ള കൽപ്പാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധി. ഒരുപാട് പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു, നന്നായി വായിക്കും, നന്നായി പഠിക്കും. അതെല്ലാം ഒരു
ഒരു സെറിബ്രൽ എക്സർസൈസാണ്. തലച്ചോറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കസർത്തായി പലപ്പോഴും താണുപോവാറുണ്ട്. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നത് തീർച്ചയായും അത് ബുദ്ധി തന്നെയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ബുദ്ധിക്ക് ശ്രേഷ്ഠമായ ഒരവസ്ഥയുണ്ട്. ആ ശ്രേഷ്ഠമായ അവസ്ഥ എന്ന് പറയുന്നത് ആ ബുദ്ധി സത്യാസത്യങ്ങളെയും നിത്യാനിത്യങ്ങളെയും തെറ്റ് ശരികളെയും തിരിച്ചറിയുവാനുള്ള വിവേകമാണ് എന്നുള്ളതാണ്. വിവേകമാണ്. ആ വിവേകം ജീവിതത്തിൽ സൂക്ഷിച്ചു കൊള്ളണം. വേറൊരു പ്രത്യേകമായ ഒരു നിർവചനമുണ്ട്. പണ്ഡിതൻ ആരാണ്? പാണ്ഡിത്യം. അതിനൊരു നിർവചനം കൊടുക്കുന്നത് സത്യാസത്യങ്ങളെയും നിത്യാനിത്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പണ്ഡിതനായിത്തീരുന്നത്. ഒരിക്കൽ ഒരു വലിയ മഹർഷി, സന്യാസ ശ്രേഷ്ഠൻ, ഒരു ത്യാഗിവര്യൻ പ്രാർത്ഥനയിലും ദൈവതിരുസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിച്ചും വേദവായനയിൽ മുഴുകിയും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു മഹർഷി ഒരു ഒഴിഞ്ഞിടത്ത് അങ്ങനെ ജീവിക്കുകയാണ്. അയാളുടെ അടുക്കൽ ഒരു വലിയ വേദപണ്ഡിതൻ ചെന്നു. വേദപുസ്തകം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരു വലിയ പണ്ഡിതനാണ്, ബുദ്ധിമാനാണ്. മഹർഷിയുമായി ദീർഘമായ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മതയോടെ മഹർഷി കേട്ടു. മഹർഷി ചില കാര്യങ്ങൾ അങ്ങോട്ടും പങ്കുവച്ചു. പണ്ഡിതനായ ഈ ആൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ മഹർഷി അടുത്തിരുന്ന ശിഷ്യരോട് ഇങ്ങനെ മന്ത്രിച്ചു: വലിയ പണ്ഡിതനാ, പക്ഷേ ജ്ഞാനിയല്ല. വലിയ പണ്ഡിതനാണ്, പക്ഷേ ജ്ഞാനിയല്ല. എന്താണ് അവിടെ ജ്ഞാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ മൂന്നാമത്തെ പദം വരികയാണ്, ബുദ്ധി, ജ്ഞാനം. ആദ്യം നമ്മൾ പറഞ്ഞത് ശ്രദ്ധ, രണ്ടാമത് പറഞ്ഞത് ബുദ്ധി, മൂന്നാമത് പറയുന്നത് ജ്ഞാനമാണ്. എന്താണ് ജ്ഞാനം? ഈ മഹർഷി പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരജ്ഞാനമാണ്, ദൈവജ്ഞാനമാണ്. ദൈവത്തെ അറിയുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണ്. നമ്മളുടെ ജീവിതം ശ്രദ്ധയിലും ബുദ്ധിയിലും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചതുപോലെ തെറ്റിപ്പോകാതെ ജീവിതത്തെ സൂക്ഷ്മമായി കാത്തുപരിപാലിച്ചുകൊണ്ട് നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് തിന്മയെ അകറ്റി നന്മയെ സ്വീകരിച്ചു കൊണ്ട് പോകുവാനുള്ള ശ്രദ്ധ. രണ്ടാമത് ബുദ്ധി. ആ ബുദ്ധി വിവേകം ഉദിക്കുന്ന ബുദ്ധിയാണ്. അതും ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധ എന്ന വാക്കിൽ ചേർന്ന് വരുന്നത് പോലെ ശ്രദ്ധയോടുകൂടെ ബുദ്ധിയോടുകൂടെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് സതസത് വിവേചനി ബുദ്ധി, അതാണ് പാണ്ഡിത്യം. ആ സത്യാസത്യങ്ങളെ നിത്യാനിത്യങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഉള്ള ബുദ്ധി. ഈ ശ്രദ്ധയും ബുദ്ധിയും ജ്ഞാനത്തിലേക്ക് നയിക്കും. എന്ത് ജ്ഞാനം? ദൈവത്തെ അറിയുക എന്നുള്ള വലിയ ജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയ സ്വാധ്യായ വർഷം ആരംഭിച്ചു കഴിഞ്ഞു. പഠിച്ചു തുടങ്ങിയോ ശ്രദ്ധയോടെ? ജീവിച്ചു തുടങ്ങിയോ ബുദ്ധിയോടെ? ആത്യന്തികമായ ലക്ഷ്യം ശ്രദ്ധയും ബുദ്ധിയും ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിതം സാർത്ഥകമാക്കുക എന്നുള്ളതാണ് നമ്മൾ മറക്കരുത്. നന്നായി പഠിക്കണം കേട്ടോ. കഠിനമായി അധ്വാനിച്ച് ഈ സ്വാധ്യായ വർഷം അനുഗ്രഹമാക്കണം കുഞ്ഞുങ്ങളെ. പക്ഷെ മറന്നു പോകരുത്, ശ്രദ്ധയെന്ന് പറയുന്നത് ജീവിതത്തിൽ തെറ്റുവരാതെ തിന്മകൾ കടന്നുകൂടുന്നതിന് അനുവദിക്കാതെ ശ്രദ്ധയോടുകൂടെ ജീവിതത്തെ സൂക്ഷിക്കുന്നതിലാണ്. ബുദ്ധി എന്ന് പറയുന്നത്
നന്മ തിന്മകളൊക്കെ ഇടകലർന്നു വരും. തിന്മയെ അകറ്റി നന്മയെ ആശ്ലേഷിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള കൽപ്പാണ് ആത്യന്തികമായി ബുദ്ധി എന്ന് പറയുന്നത്. ഇത് രണ്ടുമാവുമ്പോൾ നന്നായി പഠിക്കാൻ കഴിയും, അതുപോലെ തന്നെ ദൈവത്തെ അറിയാനും. ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ശ്രദ്ധയിലും ബുദ്ധിയിലും ജ്ഞാനത്തിലും മുതിർന്നു വരുവാൻ തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു.